തിരുവനന്തപുരം പോത്തൻകോട് ഇതിനിടെ സമരക്കാർ പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ നൽകും. വീണ്ടും വയനാട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ സമരക്കാർ ബാങ്ക് അടപ്പിച്ചിരുന്നു. കാളിദാസനിലേക്ക്. കാളിദാസൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അതുതന്നെയാണ്. ഇവിടെ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കൽപ്പറ്റ ശാഖ AITUC പ്രവർത്തകർ എത്തി അടപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. പൂട്ടിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇവിടെ നിന്നും മടങ്ങിയത്. ഇപ്പോൾ ഇവർ ഒരു വിനോദസഞ്ചാരികളുടെ ഒരു കൂട്ടം കുറുവ ദ്വീപിലേക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. ശശി, എന്താണ് ഇപ്പോൾ വലിയ രീതിയിൽ ഈ പണിമുടക്ക് വ്യാപകമായി തുടരുന്നു? വിവിധ ആവശ്യങ്ങൾക്കെതിരെയാണ്. അതായത് ഈ ലേബർ കോഡ് നിയമം പിൻവലിക്കുക എന്നുള്ള ആവശ്യമൊക്കെ ഉയർത്തിയിട്ട് തന്നെയാണ്. എത്രത്തോളം പ്രായോഗികമാണ് ഈ ഒരു പണിമുടക്ക്? സത്യം പറഞ്ഞാൽ ഈ പണിമുടക്ക് കൊണ്ടൊന്നല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എൻ്റെ കാഴ്ചപ്പാടിൽ പെർസെപ്ഷൻസ് ആണല്ലോ പ്രധാനം. ഓരോ വ്യക്തിയുടെയും പെർസെപ്ഷൻസ് ആണ് പ്രധാനം. എൻ്റെ കാഴ്ചപ്പാടിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഈ ഹർത്താലും പണിമുടക്കും ആഹ്വാനം ചെയ്താലും അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് കുറച്ച് പിരിക്കുക എന്നല്ലാണ്ട് ഈ പറയുന്ന പാവങ്ങൾക്ക് വേണ്ടി യാതൊന്നും പിന്നീട് ചെയ്യാറില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഏത് പാർട്ടിയാണെങ്കിലും ഭരിക്കാനായിട്ട് കയറുന്നതിന് മുമ്പ് കുറേ വാഗ്ദാനങ്ങൾ പാവങ്ങളോടും ജനങ്ങളോടും ചെയ്യാറുണ്ട്. അതിൻ്റെ 50% ഭരിക്കുന്ന സമയത്ത് നടപ്പാക്കിയാൽ ഇത്തരം സമരത്തിലേക്ക് അവരാരും. വയനാട്ടിലെത്തിയ വിനോദസഞ്ചാരികളുടെ കൂടി പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. അലക്സ്, ഈ പോത്തൻകോട് സമരക്കാർ പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു എന്നതുൾപ്പെടെ അവിടെ നിന്ന് വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അലക്സ്? ഉന്മേഷ, ഈ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഈ മണിക്കൂറുകളിൽ ഏകദേശം ഈ പണിമുടക്ക് പൂർണ്ണമാണെന്ന് ഒരുപക്ഷെ പറയാം. പലയിടങ്ങളിലും വാഹനങ്ങൾ സമരാനുകൂലികൾ തടയുന്നുണ്ട്. തമ്പാനൂരിലാണുള്ളത്. തമ്പാനൂരിൽ ഇന്ത്യൻ കോഫി ഹൌസിന് മുന്നിലാണുള്ളത്. അവിടെ സമരാനുകൂലികൾ നേരത്തെ വാഹനങ്ങൾ തടയുന്നതാണ് കണ്ടത്. അതായത് സ്വകാര്യ വാഹനങ്ങളെയാണ് അവർ തടഞ്ഞത്. സ്വകാര്യ വാഹനങ്ങൾ യഥേഷ്ടം നഗരത്തിലൂടെ ഓടുന്നുണ്ട്. രാവിലെ ഓട്ടോറിക്ഷയൊക്കെ സർവീസ് നടത്തിയിരുന്നു. ഓട്ടോറിക്ഷ ഇപ്പോൾ സർവീസ് നഗരത്തിൽ വളരെ വിരളമായാണ് സർവീസ് നടത്തുന്നത്. അത്തരം സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളും മറ്റും ടാക്സി സർവീസുകളെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളെയും അവർ തടയുന്നതാണ് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ അവർ അവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. പ്രവർത്തകർ, സമരാനുകൂലികൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. KSRTC ടെർമിനലിൽ നിന്ന് ആകെ സർവീസ് നടത്തിയത് പമ്പയിലേക്കുള്ള സർവീസ് മാത്രമാണ്. ശബരിമല തീർത്ഥാടകരെ സമരത്തിൽ നിന്ന്, പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ രാവിലെ 8:10 ഒരു പമ്പ സർവീസ് മാത്രമാണ് അവിടെ നടത്തിയത്. ഒരു മലപ്പുറം സർവീസ് കൂടി ദീർഘദൂര സർവീസ് എന്ന നിലയ്ക്ക് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. പക്ഷേ അത് എവിടെയെങ്കിലും തടയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോത്തൻകോടുമായി ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരം പോത്തൻകോട് പോസ്റ്റ് ഓഫീസ്, രാവിലെ തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് സമരാനുകൂലികൾ അടപ്പിച്ചിട്ടുണ്ട്. CITUയുടെ നേതൃത്വത്തിൽ എത്തിയ സമരാനുകൂലികളാണ് പോസ്റ്റ് ഓഫീസിനുള്ളിലെത്തി പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചത്. അത്തരത്തിൽ റൂറൽ മേഖലയിലടക്കം സമരം, അതായത് പണിമുടക്ക് പൂർണ്ണമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. നെയ്യാറ്റിൻകര ബസ് ടെർമിനലടക്കം സമരക്കാർ എത്തിയിട്ടുണ്ട്. സമരക്കാർ എത്തി ബസ് സർവീസ് നടത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിൽ പണിമുടക്ക് പുരോഗമിക്കുന്നു. ഇപ്പോൾ രാവിലെ LDFന്റെ നേതൃത്വത്തിൽ, അതായത് LDF ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ലോക് ഭവനിലേക്ക് മാർച്ചുണ്ട്. അതിൽ LDF കൺവീനർ TP രാധാകൃഷ്ണൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്യും. ശരി, അലക്സ് റാം വിവരങ്ങൾ നൽകിയത്. അവിടെ പോത്തൻകോടാണ് പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചത്. തമ്പാനൂരിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുകയും ചെയ്തു. അലക്സ് റാം വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.